എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. ചില കൂട്ടുകാർ വന്ന് കമൻസിൽ ചോദിച്ചായിരുന്നു, സോഷ്യൽ സയൻസിൻ്റെ മലയാളം മീഡിയം ക്ലാസ് ഇല്ലേ എന്ന്. നിങ്ങൾ ആലോചിക്കുക, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെ ക്ലാസ് എടുത്താണ് പോകുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇംഗ്ലീഷ് ടെക്സ്റ്റിനെ അത് വായിച്ചിട്ട് മലയാളത്തിലേക്ക് നമ്മൾ അതിനെ പറഞ്ഞു തന്നിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഓക്കെ, അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു, അതായത് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അപ്പം മധ്യകാല ഇന്ത്യ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതെങ്കിൽ, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് അഥവാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അതിൽ പ്രധാനമായിട്ടും ഭക്തി പ്രസ്ഥാനമുണ്ട്, അതുപോലെ സൂഫിസം ഉണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കബീർദാസിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കവികൾ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള വ്യക്തികൾ, അവരെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നോക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ തമിഴ് ലിറിക്സ്, അതായത് തമിഴ് വരികൾ, പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ട്, വിവർത്തനവും കൊടുത്തിട്ടുണ്ട്. തമിഴ് ലിറിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. ഐ വിഷ് ടു ബി ബോൺ ആസ് എ ഡവ്, ടു ലീവ് ഓൺ ദിസ് ഹിൽ, ടു ബി ബോൺ ആസ് എ ഫിഷ് ഇൻ ദി പോണ്ട് അറ്റ് Tiruvengada hills, to stand as a Chembaga flower there, to stand as a pillar on top of Vengada hill, to lie down as a step at the door of that temple. അതായത് തിരുവേങ്കട മലയിലെ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിലെ ഒരു മീനായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ മലയിലെ ഒരു ചെമ്പകമായിട്ട്, അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു തൂണായി അല്ലെങ്കിൽ ഒരു പടിയായെങ്കിലും ജനിച്ചാൽ മതി എന്ന് ആര് പറയുന്നതാണ്? കുലശേഖര ആഴ്വാർ. അദ്ദേഹത്തിൻ്റെ പെരുമാൾ തിരുമൊഴി, അതിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു ഭക്ത കവിയായിരുന്നു. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവും. ഓക്കെ, ദി എബോവ് വേഴ്സ് is from Perumal Tirumozhi, written by Kulasekara Alvar, a Bhakta poet who lived in Kerala in the 9th century. 9ാം നൂറ്റാണ്ടിൽ, ഓർത്ത് വയ്ക്കുക, 9ാം നൂറ്റാണ്ടാണ്. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ, അദ്ദേഹം ഒരു ഭക്ത കവിയാണ്. അപ്പോൾ അദ്ദേഹം രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം, വാട്ട് ഈസ് ദ തീം ബിഹൈൻഡ് ദീസ് ലൈൻസ്. നമുക്ക് ഈ വരികളിലൂടെ എന്താണ് നമുക്ക് ലഭിക്കുന്ന ആശയം നമുക്ക് മനസ്സിലാവില്ല. തിരുവേങ്കടമലയിൽ അവിടെ ഒരു പ്രാവായിട്ടെങ്കിലും ജനിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുളത്തിലെ മീനായിട്ട് ജനിച്ചെങ്കിൽ, ചെമ്പകമായി അവിടുത്തെ മലയിലെ ചെമ്പകപ്പൂവായി, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തൂണായോ പടിയായോ എങ്കിലും ജനിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ജീവിതം സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ നോക്കാം. Bhakti is the total submission of one's life to God. The ideas and activities that arise out of Bhakti are known as Bhakti movement. ഭക്തി എന്ന് പറയുന്നത് ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. അതായത് നമ്മൾ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് ഒരാൾ സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഭക്തി എന്ന് പറയുക, അല്ലേ? നമ്മളിൽ പലരും ഭയങ്കരമായിട്ട് ഭക്തിയുള്ളവരാണ്, ഭക്തി ഇല്ലാത്തവരുണ്ടാവാം. അപ്പോൾ അമിതമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എല്ലാം അർപ്പിച്ച് ജീവിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എല്ലാം നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ജീവിതം, ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, ദി ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. അതായത് ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന
ആശയങ്ങൾ, ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, അതുപോലെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. അപ്പോൾ അതാണ് ഭക്തി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്തി എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ഈശ്വരന് സമർപ്പിക്കുക. ഇനി ഈ ഭക്തിയെ തന്നെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പിന്നീട് ഭക്തി മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടാൻ തുടങ്ങി. ക്ലിയർ ആയല്ലോ? ദി കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ദി കാസ്റ്റ് സിസ്റ്റം ദാറ്റ് പ്രിവെയിൽഡ് ഇൻ മിഡീവൽ ഇന്ത്യ പെർപെച്വേറ്റഡ് ഡിസ്ക്രിമിനേഷൻ എമോങ് ദി പീപ്പിൾ. അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വിവേചനം, വേർതിരിവെന്നുള്ളതാണ്. ഈ മിഡീവൽ ഇന്ത്യയിൽ, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടും അതുപോലെ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയും എന്ത് ചെയ്യുകയുണ്ടായി? ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുകയുണ്ടായി. മനസ്സിലായല്ലോ? അത് അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാമൂഹികമായൊരു വേർതിരിവിന് കാരണമായി മാറുകയുണ്ടായി. ഓക്കെ, നെക്സ്റ്റ്. The social groups subjected to caste discrimination were attracted to the ഭക്തി മൂവ്മെൻറ്റ്. അങ്ങനെ ഈ ജനങ്ങൾക്കിടയിലുള്ള ഈ സാമൂഹികമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, സാമൂഹികമായിട്ടുള്ള വിവേചനം എന്ത് ചെയ്യുകയാണ്? ജനവിഭാഗങ്ങൾ ഏതിലേക്ക് ആകൃഷ്ടരാവാൻ അല്ലെങ്കിൽ ഏതിലേക്ക് വരാൻ കാരണമാകുന്നു? ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് കാരണമാകുന്നു. അതായത് ജനങ്ങളെ ജാതീയമായുള്ള വേർതിരിവും അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ഏതിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്? ഭക്തി മൂവ്മെൻറ്റിലേക്ക് മാറുകയാണ്. Gradually, at different times that occurred, synthesis of various visions and practices in India. അങ്ങനെ ഗ്രാജുവലി, ക്രമേണ, വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ സമന്വയം, കൂടിച്ചേരൽ ഉണ്ടാവുകയുണ്ടായി. ഒന്നുകൂടി പറയാം. ദി സോഷ്യൽ ഗ്രൂപ്പ് സബ്ജക്റ്റ് ടു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വെയർ അട്രാക്റ്റഡ് ടു ദി ഭക്തി മൂവ്മെൻറ്റ്. അങ്ങനെ സമൂഹത്തിലുണ്ടായ ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ ജനങ്ങളെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നു. ഗ്രാജുവലി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, അങ്ങനെ ക്രമേണ പല സമയങ്ങളിലായിട്ട് ദർ ഒക്കേർഡ് സിന്തസിസ് ഓഫ് വേരിയസ് വിഷൻസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെയൊക്കെ സമന്വയം ഉണ്ടാവുകയുണ്ടായി. ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ വി ഷാൾ ഡിസ്കസ് ദി 2 ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ മൂവ്മെൻറ്റ്സ് ദാറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ ഡ്യൂറിങ് ദി മിഡീവൽ പീരിയഡ്, ദാറ്റ് ഈസ് ഭക്തി, സൂഫി മൂവ്മെൻറ്റ്സ്. അതായത് ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ വി ഷാൾ ഡിസ്കസ്, നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ദി 2 ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, 2 പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ദാറ്റ് സ്പ്രെഡ് അക്രോസ് ഇന്ത്യ ഡ്യൂറിങ് ദി മിഡീവൽ പീരീഡ്. മധ്യകാല ഇന്ത്യയിൽ നമ്മുടെ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാനപ്പെട്ട കൾച്ചറൽ മൂവ്മെൻറ്റ്സ് ആണ്. ഏതൊക്കെ? ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ്. ക്ലിയർ ആയല്ലോ? മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒന്നാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനവും സൂഫിസവും. ജനങ്ങൾ ഇതിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സാമൂഹ്യ വിവേചനം ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ പിന്തുടരാൻ കഴിയാതെ, ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ജനങ്ങൾ ഏതിലേക്ക് മാറുന്നത്? ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാകുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇനി നോക്കാനുള്ളത്. ഭക്ത പോയിറ്റ്സ് ഹൂ ലീവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ കമ്പോസ്ഡ് ഹിംസ് ആൻഡ് ഡിവോഷണൽ സോങ്സ് ദാറ്റ് എക്സ്പ്രസ് അൺവേവറിങ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡെയിറ്റി. എന്താണ്? അതായത് ഇഷ്ടദൈവത്തിനോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങൾ, കീർത്തനങ്ങൾ ഇതൊക്കെ രചിച്ചിരുന്ന ഭക്ത പോയറ്റ്സ് എന്ന് പറയുമ്പോൾ ഭക്തകവി, അവർ എവിടെയാണ് ജീവിച്ചിരുന്നത്? ദക്ഷിണേന്ത്യയിലാണ് ജീവിച്ചിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇഷ്ടദൈവത്തോടുള്ള, നമ്മൾ പറഞ്ഞു ഒരാളിനെ ദൈവത്തിൽ അയാൾ സ്വയം സമർപ്പിക്കുക അല്ലേ, അതിനാണ് നമ്മൾ ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ, മാറ്റാൻ കഴിയാത്ത ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും ഒക്കെ രചിച്ചിരുന്ന ഭക്ത പോയറ്റ്സ് ജീവിച്ചിരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. These Bhakta poets were devotees of Vishnu known as Alvas and devotees of Shiva known as Nayanars. അതായത്
ആ സമയത്ത് വിഷ്ണുവിൻ്റെ ഭക്തന്മാർ, വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരും ഉണ്ടായിരുന്നു, അതുപോലെ ശിവഭക്തന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്വാൻമാർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്നത് വിഷ്ണു ഭഗവാന്റെ ഭക്തന്മാരും, നായനാർ എന്നറിയപ്പെട്ടിരുന്ന ശിവൻ്റെ ഭക്തരുമാണ്. അപ്പോൾ ഈ ഭക്തകവികൾ തന്നെ എന്ത് ചെയ്തിരുന്നു, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഇവർ തന്നെ വിഷ്ണു ഭക്തരും ഉണ്ടായിരുന്നു, അതുപോലെ ശിവഭക്തരും. അപ്പോൾ വിഷ്ണു ഭക്തരെ അറിയപ്പെട്ടിരുന്ന പേര് ആഴ്വാർമാർ എന്നാണെങ്കിൽ ശിവഭക്തരെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്, നായനാർമാർ. ക്ലിയർ ആയല്ലോ? Okay, let us see the characteristics of these movements that existed between the 7th and 12th century C. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഴാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട്, 7 മുതൽ 12 നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതൊക്കെ ഇങ്ങനെ എക്സാമിന്, നമുക്കറിയാം ഈ വർഷം പുതുതായിട്ട് വന്ന നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയായിരിക്കും വരുന്നത്, എന്നാലും നമുക്കിതൊക്കെ ഇങ്ങനെ എക്സാമിന് ഇത് ഉറപ്പായിട്ട് ഇങ്ങനെ ചോദിക്കും. അതായത് ഭക്തി മൂവ്മെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷതകൾ, ആ ഘടനയൊക്കെ വ്യക്തമാക്കാനായിട്ട് ചോദിക്കും. നമുക്ക് നോക്കാം. ഇവിടെ എത്ര എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്? 5 എണ്ണമാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ. ഭക്തി പ്രസ്ഥാനത്തിന് 5 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും മുകളിലായിട്ടുള്ള കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. അതായത് വെർണാക്കുലർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രാദേശിക ഭാഷ. പ്രാദേശിക ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജ്. അങ്ങനെ പ്രാദേശിക ഭാഷകളിൽ എന്ത് ചെയ്യുകയാണ്? ഡിവോഷണൽ സോങ്സ്, ഭക്തിയുമായി ബന്ധപ്പെട്ട കീർത്തനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ രചന, കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സവിശേഷത അതായിരുന്നു. ഏതാണ്? പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, നമ്മൾ പ്രാദേശിക ഭാഷകളിലാകുമ്പോൾ, അതായത് നമുക്ക് ലോകഭാഷ ഇംഗ്ലീഷാണെന്നറിയാം, അങ്ങനെയൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഓരോ പ്രദേശത്ത് താമസിക്കുന്ന ആ ലാംഗ്വേജിലാണ് കീർത്തനങ്ങൾ രചിക്കുന്നതെങ്കിൽ അത് ആളുകളിലേക്ക് കൂടുതലായി എത്തും, അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രാദേശിക ഭാഷയിൽ എപ്പോഴും കൃതികൾ രചിക്കപ്പെടുമ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നു, അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത അത് തന്നെയായിരുന്നു. രണ്ടാമത്തെ നോക്കാം. റൈറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പറയുന്ന. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹവും എന്താണ്? സമർപ്പണവും. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ഇതിൻ്റെ ഒരു സവിശേഷതയായിരുന്നു. മൂന്നാമത്തേത് എന്താണ്? ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്നു. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൽ എന്തുണ്ടായിരുന്നില്ല? ജാതി. അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷേ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നില്ല? ജാതി വ്യവസ്ഥ തീരെ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഭക്തി പ്രസ്ഥാനം ഉറപ്പു നൽകിയിരുന്നു. അപ്പോൾ അത് അന്നത്തെ കാലഘട്ടമാണ്. ആലോചിച്ച് നോക്കണം. 7-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടുകൾക്കിടയിൽ അന്ന് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഭക്തി പ്രസ്ഥാനം സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലോവ്ഡ് ഡൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഡീപ്പ് ഡിവോഷൻ, ഒരു ആത്മാർത്ഥ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു അകമഴിഞ്ഞൊരു ആരാധന, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്ടദൈവങ്ങളോടുള്ള അകമഴിഞ്ഞ ആരാധന. ഈ 5 പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തേത്, ഭക്തി പ്രസ്ഥാനം, ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷകളിലാണ് കീർത്തനങ്ങൾ രചിച്ചതും അവ ആലപിച്ചതും. രണ്ടാമത്തെ എന്താണ്? ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. മൂന്നാമത്തേത് എന്തുവാണ്? ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു ഈ ഭക്തി പ്രസ്ഥാനത്തിൽ. നെക്സ്റ്റ് പോയിന്റ്, സ്ത്രീകൾക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ലഭിച്ചിരുന്നു. നെക്സ്റ്റ് എന്തുവാണ്? ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലോവ്ഡ് ഡൈറ്റി, അതായത് ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. അപ്പോൾ ഇതെല്ലാം ഏതിൻ്റെ പ്രത്യേകതകളാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ്. മനസ്സിലായല്ലോ?
നെക്സ്റ്റ് നമുക്ക് അടുത്ത പേജിലേക്ക് വരുമ്പോൾ ദി ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാട്. ആൾവാസ് ആൻഡ് നായനാസ് traveled from place to place singing devotional songs in vernacular languages which helped in spreading devotion among people. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ദി ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ്. പോപ്പുലർ എന്ന് പറഞ്ഞാൽ ജനപ്രീതി നേടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുക. ഭക്തി മൂവ്മെൻറ്റ്, ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറി. എവിടെയാണ്? തമിഴ്നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ആൾവാർസ് ആൻഡ് നായനാസ്, നമ്മൾ പറഞ്ഞില്ലേ, വിഷ്ണു ഭക്തന്മാരും ശിവഭക്തന്മാരുമായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ അവർ ആഴ്വാർമാരും നായനാർമാരും എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രാവൽ ചെയ്യാൻ തുടങ്ങി, യാത്ര ചെയ്തു. ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. സിംഗിങ് ഡിവോഷണൽ സോങ്സ്, അവരെന്ത് പാടിക്കൊണ്ടാണ്? അതായത് ദൈവത്തിൻ്റെ ഡിവോഷണൽ ആയിട്ടുള്ള പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേശസഞ്ചാരം നടത്താൻ തുടങ്ങി. ഇവരെങ്ങനെയാണ് പാടിയിരുന്നത്? ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ്, നമ്മുടെ പ്രാദേശിക ഭാഷകളിലാണ് ഇവർ പാട്ടുകൾ പാടിയിരുന്നത്. വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമോങ് പീപ്പിൾ. ഇത് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിക്കുന്നതിന് കാരണമായി മാറി. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊള്ളുന്നത്. അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ ആഴ്വാർമാരും നായനാർമാരും അവിടെ ജനങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താണ് പ്രാദേശിക ഭാഷ, വെർനാക്കുലർ ലാംഗ്വേജ്, അതിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് പ്ലേസ് ടു പ്ലേസ്, ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ദേശസഞ്ചാരം നടത്തിയിരുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിക്കുന്നതിന് കാരണമായി മാറി. നെക്സ്റ്റ് നോക്കാം. ദി കോമ്പോസിഷൻസ് ഓഫ് ഭക്ത പോയറ്റ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി കോമൺ പീപ്പിൾ വെൻ ഈവിൾ പ്രാക്ടീസസ് ആൻഡ് ഇൻഇക്വാളിറ്റി വെയർ ഡൊമിനൻറ്റ്. ഇങ്ങനെ ഇവർ ചെയ്തതുകൊണ്ട് എന്താണ്? അനാചാരങ്ങൾ, ഈവിൾ പ്രാക്ടീസസ് അല്ലെ, സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, അതുപോലെ ഇൻഇക്വാളിറ്റീസ്, ഇക്വാളിറ്റി സമത്വം, ഇൻഇക്വാളിറ്റി അസമത്വം, സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളുമൊക്കെ ഭയങ്കരമായിട്ട് നിലനിന്നിരുന്നല്ലേ, ശക്തമായിട്ട് നിലനിന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ കാലത്ത് ഈ ഭക്ത പോയറ്റ്സ് അല്ലെ, ഈ ഭക്ത കവികളുടെ രചനകൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒരുപാട് സ്വാധീനിക്കുകയുണ്ടായി. ദി മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ദി സൊസൈറ്റി വെയർ ക്വസ്റ്റ്യൻഡ്. ക്വസ്റ്റ്യൻഡ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മീനിങ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥമില്ലാത്ത, അർത്ഥശൂന്യമായിട്ടുള്ള കസ്റ്റമറി പ്രാക്ടീസസ്, ആചാരങ്ങൾ, ദുരാചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി വെയർ അട്രാക്റ്റഡ് ടു ദി ഭക്തി മൂവ്മെൻറ്റ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ജാതി ഭേദമന്യേ അല്ലേ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി മൂവ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുകയാണ്? അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു, ആകർഷ്ടരായി മാറുകയുണ്ടായി. പിന്നീട് ദി റൈറ്റിംഗ്സ് ഓഫ് ആൾവാസ് ആൻഡ് നായനാസ് പോപ്പുലറൈസ്ഡ് ഹിന്ദുയിസം. പിന്നീട് ഈ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും ഒക്കെ രചനകൾ ഹൈന്ദവ മതത്തെ, ഹിന്ദു മതത്തെ കൂടുതൽ ജനകീയമാക്കി മാറ്റുകയുണ്ടായി. അപ്പോൾ ഒന്നുകൂടി ഇത്രയും ഈ പാരഗ്രാഫിൽ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആരൊക്കെയായിരുന്നു? അതായത് ശൈവഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും ഉണ്ടായിരുന്നില്ലേ, ആഴ്വാർമാരും നായനാർമാരും. അവർ സാധാരണ പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രസ്ഥാനം കൂടുതൽ പ്രചാരമായി മാറി. അതുപോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അസമത്വങ്ങളെയൊക്കെ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ആ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഒരുപാട് സ്വാധീനിച്ചു. അതുപോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായിട്ടുള്ള ആചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു. ജാതിഭേദമൊന്നുമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി മൂവ്മെൻറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു, ആകർഷ്ടരാകുന്നു. ഈ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ പിന്നീട് ഹിന്ദു മതത്തെ കൂടുതൽ ജനകീയമാക്കി മാറ്റുകയുണ്ടായി. മനസ്സിലായല്ലോ? ഇനി അവിടെ ആ റൈറ്റ് സൈഡിൽ നോക്കി, അതായത് CE 1700 തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കൈയെഴുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അത് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, the writings of the Alvars came to be known as
നാലായിര ദിവ്യപ്രബന്ധം. While the writings of the നായനാർസ് were titled as തിരുമുറൈകൾ. എന്താണ്? ദി റൈറ്റിംഗ്സ് ഓഫ് ദി ആൾവാർസ്. ഈ ആൾവാർമാരുടെ രചനകൾ എങ്ങനെയാണ്? 4000 ദിവ്യപ്രബന്ധം, 4000 ദിവ്യപ്രബന്ധം എന്നും അതുപോലെ വേറെ നായനാർമാരുടെ രചനകളെ തിരുമുറൈകൾ എന്നുമാണ് അറിയപ്പെട്ടത്. ദി റൈറ്റിംഗ്സ് ഓഫ് ദി ആൾവാർസ് കെയിം ടു ബി നോൺ ആസ്. ആൾവാർമാരുടെ രചനകളെ 4000 ദിവ്യപ്രബന്ധം എന്നറിയപ്പെട്ടപ്പോൾ ആരുടേത്? വൈൽ ദി റൈറ്റിംഗ്സ് ഓഫ് ദി നായനാസ് വേർ ടൈറ്റിൽഡ് ആസ് തിരുമുറൈകൾ. തിരുമുറൈകൾ എന്ന് നായനാരുടെ രചനകളും അറിയപ്പെടാനായിട്ട് തുടങ്ങി. മെനി ടെമ്പിൾസ് വെർ ഓൾസോ ബിൽറ്റ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളും പണി കഴിപ്പിക്കപ്പെടുകയുണ്ടായി. ക്ലിയർ ആയല്ലോ ഇത്രയും. ഇനി പ്രൊമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരെല്ലാം ആണെന്നുള്ളതാണ്. നോക്കാം. പ്രൊമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ് ആരൊക്കെയാണ്? അതായത് ആൾവാർസ് എന്ന് പറയുമ്പോൾ ആൾവാർമാർ ഏതാണ്? ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ഭക്തന്മാർ ആൾവാർമാർ എന്നറിയപ്പെടുന്നു. പിന്നെ ഡിവോട്ടീസ് ഓഫ് ശിവ, അത് നായനാർമാർ എന്നും അറിയപ്പെടുന്നു, നായനാർസ്. പിന്നീട് എന്താണ് അവിടെ പറയുന്നുണ്ട്? കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ, ഇവരും എന്താണ്? പ്രധാന കവികളാണ്. പിന്നെ നായനാർമാരിൽ വരുന്നത് ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. നമ്മൾ കേട്ടിട്ടില്ലേ? മാണിക്യവാസക മൊഴികൾ നൽകി, മണിച്ചിത്രത്താഴിലെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഇതെല്ലാം നമ്മൾ പഴയകാല കൃതികളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ ഇങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളെന്ന് പറയുന്നത് നമ്മൾ 2 വിഭാഗത്തിനെയാണ് ആദ്യം ഓർക്കുന്നത്. വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വാർമാരും ശിവഭക്തരായിട്ടുള്ള നായനാർമാരും. ഇനി ഈ ആഴ്വാർമാരിൽ തന്നെ കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇനി ശിവഭക്തന്മാരിൽ നായനാർ, അതിൽ വരുന്നത് കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്, ഒരു വർക്ക്. മേക്ക് എ നോട്ട് ഓൺ ദി ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് ബ്രോട്ട് എബൌട്ട് ഇൻ ദി സോഷ്യൽ സിസ്റ്റം. ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സോഷ്യൽ സിസ്റ്റത്തിൽ, അതായത് സാമൂഹ്യ വ്യവസ്ഥിതിയിലുണ്ടാക്കിയ ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ച് കുറിപ്പെഴുതാനായിട്ടാണ്. നെക്സ്റ്റ് താഴേക്ക് വരുമ്പോൾ ദി ഭക്തി മൂവ്മെൻറ്റ് ഗ്രാജുവലി സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഈ ഭക്തി മൂവ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്? ഭക്തി പ്രസ്ഥാനം ഗ്രാജുവലി ക്രമേണ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, വ്യാപിക്കാൻ തുടങ്ങി. എങ്ങോട്ടേക്ക്? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ, സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ലെറ്റസ് ഗെറ്റ് ടു നോ ദി പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. അങ്ങനെയാണെങ്കിൽ റീജിയൻസ് പ്രദേശം, വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രചാരകർ ആരെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനിയാണ് നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ച് പഠിക്കുന്നത്. ആദ്യം ബസവണ്ണ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ, അതായത് കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി. നോക്കാം നമുക്ക്. അറ്റാച്ച്ഡ് ബിലോ ഇൻ ദി ഡെപ്പിസിഷൻ ഓഫ് എ ഡിസ്കഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി അനുഭവ മണ്ഡപം ദി ഫോറം സെറ്റപ്പ് ബൈ ബസവണ്ണ, നോട്ട് ദി ഫിഗർ. അതായത് ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണം, അതിന് ആ ചിത്രീകരണത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ദി ഫിഗർ, നമ്മൾ ആ ചിത്രം ശ്രദ്ധിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അതായത് ഈ ബസവണ്ണ അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നതിനെക്കുറിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൊള്ളാമല്ലേ? നമ്മൾ ഇന്നത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു അല്ലേ? അത് ചിത്രകാരൻ്റെ ഭാവനയിൽ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നല്ലോ. ഓരോ ചർച്ചകളെക്കുറിച്ചും കൂടി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവർ പറയുന്നത്?
പറയുന്നത്? കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ പ്രിവെൻറ്റ് സോഷ്യൽ പ്രോഗ്രസ്. ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയും. പിന്നെന്താണ്? റേഷണൽ തിങ്കിങ് ആൻഡ് എക്സ്പീരിയൻസസ് ഫോസ്റ്റർ സ്പിരിച്വൽ പ്രോഗ്രസ് ആൻഡ് ഫ്രീ തിങ്കിങ്. ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ്. കൊള്ളാം. അങ്ങനെ ഓരോരോ ചർച്ചകൾ. ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യൽ പ്രോഗ്രസ്. അതായത് പെൺകുട്ടികൾ സാമൂഹ്യ പുരോഗതിക്ക് ആര് വിദ്യാഭ്യാസം ചെയ്യണം? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ അവരുടെ വിവാഹം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കണം. ഇനി എന്തൊക്കെ പറയുന്നുണ്ട്? ഈസ് ഇൻ ചൈൽഡ് മാരേജ് എ ഹിൻഡ്രൻസ് ടു ഗേൾസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ശൈശവ വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഹെൽത്തിന്, ആരോഗ്യത്തിനും എഡ്യൂക്കേഷന്, വിദ്യാഭ്യാസത്തിന് എന്താണ്? തടസ്സമാണ്. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം, നശിപ്പിക്കുന്നതാണ്. പിന്നെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? വാട്ട് ക്യാൻ ബി ഡൺ ടു ലിബറേറ്റ് ദോസ് ഹൂ ഫോളോസ് സൂപ്പർസ്റ്റിഷ്യൻസ്. സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ്. ഈസ് ഇറ്റ് റൈറ്റ് ടു ഡിസ്ക്രിമിനേറ്റ് പീപ്പിൾ ബൈ ബർത്ത് ആൻഡ് ഓക്കുപ്പേഷൻ. ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ? അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ചർച്ചകളാണ് ബസവണ്ണ അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമ്മളത് നോക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടല്ലേ. ഇന്നത്തെ കാലത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം തന്നെ നമുക്ക് ഹാപ്പിയാണ്. നമുക്ക് നോക്കുമ്പം തന്നെ ഒരു നല്ല കാര്യങ്ങൾ കുറേ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ബാക്കി ഇനി നമുക്ക് നോക്കാം. ഓക്കെ. അനുഭവ മണ്ഡപം. എന്താണ് അനുഭവ മണ്ഡപം എന്ന് നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദി 12th century CE. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയെയാണ് എന്തെന്ന് പറയുന്നത്? അനുഭവ മണ്ഡപം. എന്താണ് അനുഭവ മണ്ഡപം? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അപ്പോൾ ബസവണ്ണ എന്ന് പറയുന്നത് ആരാണ്? ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആ ഭക്തിയൊക്കെ പ്രചരിപ്പിച്ച ഒരു മഹാനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹിയാണ് ഈ ബസവണ്ണ. അദ്ദേഹം സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിക്ക് പറയുന്ന പേര് അനുഭവ മണ്ഡപം എന്നാണ്. ഓക്കെ. അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദി ഡിസ്കഷൻസ് ഇൻ ദി അനുഭവ മണ്ഡപം. അതായത് അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ലീഡ് ചെയ്തിരുന്നത് ഇവരായിരുന്നു. എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ജാതി വ്യത്യാസമോ ജെൻഡർ വ്യത്യാസം, അതായത് ലിംഗവിവേചനം, ഇതൊന്നും പരിഗണിക്കാതെ, ഇതൊന്നും നോക്കാതെ എല്ലാവർക്കും എന്തിൽ പങ്കെടുക്കാമായിരുന്നു? ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ക്ലിയർ ആയല്ലോ? എന്താണ്? എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ്. എല്ലാവരെയും എന്ത് ചെയ്യും? പങ്കെടുക്കാനായിട്ട് അനുവദിച്ചിരുന്നു. ഇൻ ദി ഡിസ്കഷൻസ്, ചർച്ചകളിൽ. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ജെൻഡർ, ലിംഗവിവേചനം ഉണ്ടായിരുന്നില്ല. ഓക്കെ. People used to come to അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്. എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ അവിടെ വന്നിരുന്നത്? അതായത് ആത്മീയപരമായിട്ടുള്ള സ്പിരിച്വൽ ഡിസ്കഷൻസ്, ആത്മീയ ചർച്ചകൾക്കും അതുപോലെ റിന്യൂവൽ ഓഫ് നോളജ്, നമ്മുടെ അറിവ് പുതുക്കുക, അതിന് വേണ്ടിയിട്ടുമാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ വന്നിരുന്നത്. ദി ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദി ഡിസ്കഷൻ വെയർ കൺവേഡ് ടു ദി പീപ്പിൾ ഇൻ ദി നെയിം ഓഫ് വചനാസ്. അതായത് അവിടെയുള്ള ചർച്ചയിൽ ഐഡിയാസ് എമർജ്ഡ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ഉയർന്നു വന്നു. അവിടെ നടത്തുന്ന ചർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളെ അറിയപ്പെട്ടിരുന്ന പേര് വചനാസ് എന്നായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ അനുഭവ മണ്ഡപത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ് അനുഭവ മണ്ഡപം? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ആരൊക്കെയാണ് ചർച്ചകൾക്ക്? അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവരായിരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? അവിടെ ലിംഗവിവേചനമോ ജാതി വ്യത്യാസമോ ഇല്ലാതെ എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. ഇനി ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കുന്നതിനുമായിട്ടാണ് ജനങ്ങൾ അവിടെ വന്നിരുന്നത്. ഈ ചർച്ചകളിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളെ അറിയപ്പെട്ടിരുന്ന പേര് വചനങ്ങൾ എന്നായിരുന്നു. ഈ വചനങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയിരുന്നു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്,
ലിസ്റ്റ് ഔട്ട് ദി കീ ഫീച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ കണ്ടീഷൻസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് അവിടെ അക്കാലത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ എന്ത് തന്നെയാണ്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്. ജാതീയമായ വിവേചനങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. പിന്നെ വേറെ എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ വരുന്നത്? ആത്മീയ ചർച്ചകൾക്കൊക്കെ എല്ലാവർക്കും പങ്കെടുക്കാമായിരുന്നു. പിന്നെന്തായിരുന്നു? സ്ത്രീകളെ ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിച്ചിരുന്നു. ഇതെല്ലാം ആ കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് നോക്കാം. ബസവണ്ണ വാസ് എ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയിറ്റ് ഹു ലീവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദി 12th century. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും. ഫിലോസഫർ എന്ന് പറഞ്ഞാൽ തത്വചിന്തകൻ, സോഷ്യൽ റിഫോമർ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവ്, പോയറ്റ് എന്ന് പറയുമ്പോൾ കവി. ഇതൊക്കെ ആയിരുന്നു ബസവണ്ണ. എവിടെയുള്ള ആളായിരുന്നു? കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന. He decided to make people aware of the social and religious discrimination that existed in the society and endeavored to wipe them out. എന്താണ് പറഞ്ഞത്? അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തീരുമാനിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, വൈപ്പ് ചെയ്യാൻ, അവയെ എന്ത് ചെയ്യാനാണ്? തുടച്ചു നീക്കാനും അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചിരുന്നു. ബസവണ്ണ പുട്ട് ഫോർവേഡ് എ വിഷൻ ബേസ്ഡ് ഓൺ ഫ്രീഡം, ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഫ്രീഡം മീൻസ് സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി സമത്വം, സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ആർക്കുണ്ടായിരുന്നത്? ബസവണ്ണ ഫോർവേഡ് ചെയ്തത്, അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ത്രൂ ദി വീരശൈവ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ഹിം, ഹി കോർഡിനേറ്റഡ് ദീസ് ഐഡിയാസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിലൂടെയാണ് ഇത് ചെയ്തിരുന്നത്? ഇതിനെ ഏകോപിപ്പിച്ചത് വീരശൈവ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെയാണ് ബസവണ്ണ ഈ ആശയങ്ങളെ ഏകോപിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. ദി മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദി വീരശൈവ മൂവ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. ഈ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ, അവരുടെ മേജർ ആക്ടിവിറ്റീസ്, പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രാഹ്മണിക്കൽ സൂപ്രമസി ആൻഡ് ദി ഓതൻറ്റിസിറ്റി ഓഫ് ദി വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. അതായത് ബ്രാഹ്മണിക്കൽ സുപ്രമസി മീൻസ് ബ്രാഹ്മണ മേധാവിത്വം, അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി ഓഫ് ദി വേദാസ്, വേദങ്ങളുടെ പ്രാമാണികത അല്ലേ, അതിനെയൊക്കെ ചോദ്യം ചെയ്തു. അതാണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം. പിന്നെ മറ്റൊന്നെന്തായിരുന്നു? പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ്, ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു? വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിച്ചു. എന്തിനെതിരെയാണ്? അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനെതിരെ, അതുപോലെ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകളുടെ നേരെ കാണിക്കുന്ന വിവേചനം, ഇതിനൊക്കെ എതിരെ ജനങ്ങളെ അദ്ദേഹം ബോധവൽക്കരിച്ചു. ഏതിലൂടെ? വീരശൈവ പ്രസ്ഥാനത്തിലൂടെ, ബസവണ്ണ അല്ലേ. നെക്സ്റ്റ്, മോണോതിസം വാസ് എൻകറേജ്ഡ്. മോണോതിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏകദൈവ വിശ്വാസം, ഒരേ ഒരു ദൈവം എന്നുള്ള വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു. കൺവിൻസ്ഡ് ദി പീപ്പിൾ അബൌട്ട് ദി ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. വർക്ക് എന്ന് പറയുമ്പോൾ ജോലി, അതുപോലെ അവരുടെ വർക്ക് ആൻഡ് ലേബർ, അവരുടെ ജോലിയെയും അധ്വാനം, അതിൻ്റെയൊക്കെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. അതായത് അദ്ദേഹം ഓപ്പോസ്ഡ് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹത്തെ എതിർത്തിരുന്നു. അതുപോലെ തന്നെ എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ് എന്ന് പറഞ്ഞാൽ വിധവാ പുനർവിവാഹം. പിന്നെന്താണ്? പ്രായപൂർത്തി വിവാഹത്തെ അദ്ദേഹം അനുകൂലിച്ചു. വിധവാ പുനർവിവാഹത്തെയും പ്രായപൂർത്തി വിവാഹത്തെയും ഒക്കെ അനുകൂലിക്കുകയും ശൈശവ വിവാഹത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചാണ്. ബസവണ്ണാസ് മെസ്സേജസ് ഹൈലൈറ്റിംഗ് ഹ്യൂമാനിസം ആൻഡ് ഇക്വാളിറ്റി. ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹം, ഇക്വാളിറ്റി സമത്വം. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഇതൊക്കെ എക്സാമിന് പ്രധാനപ്പെട്ടവയായിരിക്കും. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ്, ദി നേഷൻ വിൽ പ്രോസ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ പ്രവൃത്തി, അതുപോലെ തോട്ട് ചിന്ത. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നന്നായാൽ നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രാജ്യം തന്നെ എന്ത് ചെയ്യും? ഉയർച്ച നേടും. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻ ആർ ഗുഡ്, ദി നേഷൻ വിൽ പ്രോസ്പർ. രണ്ടാമത്തേത്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ, ഈക്വൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തുല്യ അവകാശം. അപ്പം ജാതി മതമൊന്നും അല്ലാതെ എല്ലാ മനുഷ്യർക്കുള്ള അവകാശങ്ങളും തുല്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇൻ്റർമീഡിയറീസ് ആർ നോട്ട് റിക്വയർഡ് ടു വർഷിപ്പ് ഗോഡ്. ഈശ്വര ആരാധനയ്ക്ക് ആരുടെ ആവശ്യമില്ല? നമുക്കറിയാം, മീഡിയേറ്റർ അല്ലേ, അല്ലെങ്കിൽ അതിന് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം ഇല്ല. ദൈവത്തിനും വിശ്വാസിക്കുമിടയ്ക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ there is no rebirth, live this life blissfully എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജന്മം എന്നൊന്ന് ഇല്ല. അദ്ദേഹം ബസവണ്ണ പറയുന്നത് ഈ ജന്മം നമുക്ക് ധന്യമാക്കി ജീവിക്കാം. നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. കിട്ടിയ ജന്മത്തെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ജീവിക്കുക, അല്ലേ? നല്ല പരിപൂർണമാക്കി മാറ്റുക. ഇനി പുനർജന്മം ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ നമുക്കതിനെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല, അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുനർജന്മം ഇല്ല, ഈ ജന്മം ധന്യമാക്കി ജീവിക്കുക. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ 4 സന്ദേശങ്ങൾ? ഒന്നുകൂടി നോക്കാം. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ ഒരു രാജ്യം തന്നെ ഉയർച്ച നേടുന്നു. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. മൂന്നാമത്തേത്, ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ല. പിന്നെ പുനർജന്മം എന്നൊന്നില്ലെന്നും ഈ ജന്മം ധന്യമാക്കി ജീവിക്കാനുമാണ് അദ്ദേഹം പറയുന്നത്. ഇനി അവിടെ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ദി വീരശൈവ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻഡ് ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഇക്വാളിറ്റീസ്, ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് വീരശൈവ എന്ന് പറയുന്ന പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. നിങ്ങൾ ഈ പ്രസ്താവനയെ വിലയിരുത്താനാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കബീറിനെ കുറിച്ചാണ്. കബീർ ആരാണ്? മാനവ മൈത്രിയുടെ പ്രചാരകൻ, പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത് പാർട്ട് 2 വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്